വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഈ ചെറിയ നഴ്സറിയിൽ ഉള്ള പച്ചക്കറി തൈകൾ നമുക്കൊന്ന് കാണാം. ഇത് ക്യാപ്സിക്കത്തിൻ്റെ തൈയാണേ. ക്യാപ്സിക്കത്തിൻ്റെ തൈയുണ്ട്, തക്കാളിയുടെ തൈയുണ്ട്, അതുപോലെ തന്നെ മീറ്റർ പയറായത്. മീറ്റർ പയറിൻ്റെ ഇല ചുരുണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം വരുന്ന ലീഫ് ഇങ്ങനെ ചുരുണ്ടാ വരുന്നത്, പിന്നീടുള്ള ഇലകളാണ് നല്ല ഗ്രോത്തിൽ കയറി വരുന്നത്. അതുപോലെ തന്നെ കറുത്ത നീളം വഴുതനയുണ്ട്, പച്ചമുളകുണ്ട്. സെറ ഇനത്തിൽപ്പെട്ട പച്ചമുളകാണ്. അതുപോലെ തന്നെ ഇതും മീറ്റർ പയറ, പച്ചമുളക്, പച്ച നീളം വഴുതനയാണ്. പിന്നെ അമര, ഇത് അമരയുടെ തൈ. അമരയ്ക്കകത്ത് ശരിക്കും അമരയ്ക്ക പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ മലേഷ്യൻ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാകി വെച്ചേക്കുക, വേറെ നല്ല മുള വന്ന് ഇത് വേറെ സെയിലിനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പാവലിൻ്റെ തൈയുണ്ട്, കുറച്ചേ ഉള്ളേ സ്റ്റോക്ക്. അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട വഴുതനയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാമേ. ഇത് ഹൈബ്രിഡ് വട്ടവട പാഷൻ ഫ്രൂട്ടാണ്, പർപ്പിൾ കളറ്. അതുപോലെ തന്നെ മുസമ്പി, നമുക്കുള്ള എല്ലാം ബഡ് ചെയ്തതും ലെയർ ചെയ്തതുമായിട്ടുള്ള തൈകളാണ്. N18 റംബൂട്ടാനുണ്ട്. ഇത് വെരിഗേറ്റഡ് പേര കേട്ടോ. വെരിഗേറ്റഡ് പേരയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ലീഫ് പോലെ തന്നെ രണ്ട് കളറും കൂടെ ചേർന്നതായിരിക്കും ഇതിനകത്ത് പിടിക്കുന്ന പേരയ്ക്ക്. അതുപോലെ തന്നെ റെഡ് ആപ്പിൾ പേരയാണ്, നിറച്ച് പൂവൊക്കെ വന്ന് കായാവാൻ തുടങ്ങുവാണേ. ഉണ്ടോ? ഇത് വിയറ്റ്നാം സൂപ്പർ ഇയർലിയുടെ പ്ലാവ. ഇത് 1-ാം വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് കായ്ച്ചു തുടങ്ങുന്ന സൈസാണ്. കാലാപ്പാടി സപ്പോർട്ടയാണ്. കുടംപുളി 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകുണ്ട്. ഇത് അബിയു ആണേ. പിന്നെ മിറാക്കിൾ ഫ്രൂട്ടുണ്ട്. ഓൾ സീസൺ മാവ, ഇതിനകത്ത് തന്നെ മാങ്ങ പിടിച്ച ഇതേ സൈസ് തന്നെ മാങ്ങ പിടിച്ചിരിക്കുന്ന മാവും നമുക്കുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ടാണേ. ഇതിനകത്ത് നിറച്ച് കായ വരുന്നുണ്ട്, കണ്ടോ? നിറച്ച് പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കുക സ്റ്റാർ ഫ്രൂട്ട്. ഇത് നമ്മുടെ ഇന്തോനേഷ്യൻ ചാമ്പയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചാമ്പയും കൂടെ ഉണ്ട്. കണ്ടേ, കിങ് കോങ് ചാമ്പ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെയെന്ന് പറഞ്ഞാൽ കിലോ പേര, കിൻഡൽ പേര എന്നൊക്കെ അറിയപ്പെടുന്ന പേരയാണ്. ഇതേ എല്ലാത്തിലും പേരയ്ക്കോടുകൂടി തന്നെ ഇരിക്കുന്നത്. ഇത് മുന്തിരി പേരയാണേ. അതുപോലെ തന്നെ കടലാസേടി, ബൊഗൈൻവില്ല. പിന്നെ കൃഷ്ണതുളസി ഉണ്ട്. കൃഷ്ണതുളസി എല്ലാ വീട്ടിലും തുളസി ഉണ്ട് എങ്കിൽ തന്നെയും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചോദിക്കും തുളസിയുടെ തൈ കിട്ടാനുണ്ടോ, കറ്റാർ വാഴ കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആളുകൾ വരുവേ. അടുത്തത് ഇതേ ചെമ്പരത്തിയുടെ ആയാലും ഡാലിയ ആണെങ്കിലും റോസ ആണെങ്കിലും ചൈനീസ് ബോൾസത്തിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തീരാറായിരിക്കുക. ചൈനീസ് ബോൾസിയാണേ. ഡാലിയ ഉണ്ട്, റോസ.
നമ്മുടെ കൊളുന്താണേ, നല്ല മണമൊക്കെയുള്ള മാല കെട്ടാനാന്നേരം മുടിയിൽ വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൊളുന്ത്. കറ്റാർ വാഴ, അതുപോലെ തന്നെ ഒരു മുല്ലപ്പൂ പോലത്തെ മണമില്ലാത്ത ഡെയിലി പൂ പിടിക്കുന്ന ഒരു ചെറിയ ബ്രൗൺ കളർ ഷെയ്ഡിങ് വരുന്ന ഒരു ചെടിയാണ്. പിന്നെ നമുക്കുള്ള കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട്. ഇത് ക്രിസ്മസ് ചെടിയാണേ. ഇപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പച്ച കളറായിരിക്കും. ക്രിസ്മസ് ഡിസംബറൊക്കെ ആവാറാകുമ്പോഴത്തേന് ഇതിൻ്റെ ഇലയുടെ എല്ലാം കളർ മാറി ചുമപ്പ്, പിങ്ക് അങ്ങനെയൊക്കെ കളറുകളാവും മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് കൊണ്ടുണ്ട്. അത് റെഡ് ലേഡി പപ്പായയാണ്. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും തൈകളാണ് നിലവിലുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ പച്ചക്കറി തൈകൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ചെറിയൊരു പച്ചക്കറി തൈയുടെ പ്ലാന്റ് നഴ്സറി ഉള്ളത്. വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യണേ.